فالذين هاجروا وأخرجوا من ديارهم وأوذوا في سبيلي وقاتلوا وقتلوا لأكفرن عنهم سيئاتهم ولأدخلنهم جنات تجري من تحتها الأنهار ثوابا من عند الله والله عنده حسن الثواب فالذين അപ്പോൾ ഒരു കൂട്ടം ആളുകൾ ഹാജറു അവർ പലായനം ചെയ്തു വഉഖ്രിജൂ മിൻ ദിയാരിഹിം അവരുടെ നാടുകളിൽ നിന്നും പുറത്താക്കപ്പെടുകയും ചെയ്തു വഊദൂ ഫീ സബീലി എന്ന മാർഗത്തിൽ അവർ ഉപദ്രവിക്കപ്പെട്ടു വഖാതലു അവർ പോരാടി വഖുതിലു അവർ കൊല്ലപ്പെടുകയും ചെയ്തു ലഉകഫിറന്ന അൻഹും സയ്യിആതിഹിം തീർച്ചയായും അവരുടെ പാപങ്ങൾ ഞാൻ പുറത്തു കൊടുക്കുക തന്നെ ചെയ്യുന്നതാണ് വലഉദ്ഖിലന്നഹും തീർച്ചയായും ഞാൻ അവരെ പ്രവേശിപ്പിക്കും ജന്നാത്ത് ആരാമങ്ങളിൽ പ്രവേശിപ്പിക്കും തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ അതിന്റെ അടിവാരങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്നു സവാബം മിൻ ഇൻദില്ലാഹ് ഇത് പടച്ചവന്റെ ഭാഗത്തു നിന്നും അവർക്ക് നൽകപ്പെടുന്ന പ്രതിഫലമാകുന്നു വല്ലാഹു ഇൻദഹു ഹുസ്നുസ് സവാബ് അല്ലാഹുവിന്റെ അരികിൽ തന്നെയാണ് സുന്ദര പ്രതിഫലമുള്ളത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുലർകാലങ്ങളിൽ പാരായണം ചെയ്തിരുന്ന 190 മുതലുള്ള ആയത്തുകളിലെ ആദ്യത്തെ വിഷയം പടച്ചവനോടുള്ള ചില പ്രാർത്ഥനകളാണ്. ആ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടാൻ പ്രാർത്ഥനകളോടൊപ്പം പരിശ്രമവും വേണമെന്ന് ഈ ആയത്തിന്റെ ആദ്യത്തിൽ പറയപ്പെട്ടു. ഇപ്പോൾ ഓതപ്പെട്ട ഭാഗത്ത് അല്ലാഹു പറയുന്നു, പരിശ്രമങ്ങളിൽ ഏറ്റവും ഉയർന്ന പരിശ്രമം ഏതാണ്? അന്ത്യപ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിത്തട്ടിൽ സംസ്കരണത്തിന് സൗഭാഗ്യം സിദ്ധിച്ച സഹാബ മഹത്തുക്കൾ പരിശ്രമിച്ചതുപോലെ പരിശ്രമിക്കുന്നു. അതിനവരുടെ ജീവിതത്തെ പഠിക്കുകയും പ്രചരിപ്പിക്കുകയും കഴിവിന്റെ പരമാവധി ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. فالذين هاجروا وأخرجوا من ديارهم وأوذوا في سبيلي وقاتلوا وقتلوا لأكفرن عنهم سيئاتهم ആ സഹാബ മഹത്തുക്കൾക്ക് ധാരാളം ഗുണങ്ങളുണ്ട്.
പരിശുദ്ധ ഖുർആനിന്റെ വിവിധ ഭാഗങ്ങളിൽ ആ ഗുണങ്ങൾ വിവരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട ചില ഗുണങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫല്ലദീന ഹാജറൂ, അവർ പടച്ചവന്റെ മാർഗത്തിൽ പലായനം ചെയ്തു. ജനിച്ചു വളർന്ന നാടും വീടും വിട്ട് അവർ യാത്രയായി. ഇത് വലിയൊരു ത്യാഗമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രാജ്യസ്നേഹം, ജനിച്ചു വളർന്ന നാടിനോടുള്ള ഇണക്കം പ്രകൃതിപരമാണ്. വാദത്തിലൂടെയോ വാദിച്ചുകൊണ്ടോ മറ്റുള്ളവരെ നിന്ദിച്ചുകൊണ്ടോ ഉണ്ടാക്കിയെടുക്കുകയും എടുപ്പിക്കുകയും ചെയ്യേണ്ട കാര്യമൊന്നുമല്ല. പ്രകൃതിപരമായൊരു വസ്തുതയാണ്. മനുഷ്യനാണോ ജനിച്ച നാടിനോട്, വീടിനോട്, സാഹചര്യത്തോട് ഒരു ഇണക്കമുണ്ടാകും. ഫല്ലദീന ഹാജറൂ, അങ്ങനെയുള്ള നാടിനെയും വീടിനെയും വിട്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ പലായനം ചെയ്യാൻ ആ മഹത്തുക്കൾ തയ്യാറായി. അലാ യാ ലൈത ശിഅരി ഹൽ അബീതന്ന ലൈലതൻ ബിവാദിൻ വഹൗലി ഇദ്ഖിറു വജലീലു. ആ മഹത്തുക്കൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്തെങ്കിലും അവിടെ എത്തി പലർക്കും പനി പിടിച്ചു, മാനസികമായി വേദനയുണ്ടായി. ബിലാൽ റളിയല്ലാഹു അൻഹു പാടുമായിരുന്നു, ഞാനിനി എന്നാണ് മക്കയിലേക്ക് പോകുക, അവിടെ ഒരു രാത്രിയെങ്കിലും കഴിച്ചുകൂട്ടാൻ സാധിക്കുക. فالذين هاجروا وأخرجوا من ديارهم, അവരുടെ നാടുകളിൽ നിന്നും അവരെ പുറത്താക്കപ്പെടുകയും ചെയ്തു. ഒരു കൂട്ടം ആളുകൾ സ്വന്തം ഇഷ്ടപ്രകാരം പോയി, വേറൊരു കൂട്ടം ആളുകളെ നിർബന്ധിച്ച് പുറത്താക്കപ്പെട്ടു. വഊദൂ ഫീ സബീലി, എന്റെ മാർഗത്തിൽ അവർ ദ്രോഹിക്കപ്പെട്ടു. ദ്രോഹം രണ്ടു തരമുണ്ട്. സ്വന്തം കാര്യത്തിന് വേണ്ടി ദ്രോഹിക്കപ്പെടൽ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ദ്രോഹിക്കപ്പെടൽ. വഊദൂ ഫീ സബീലി, എന്റെ മാർഗത്തിൽ അവർ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും എല്ലാ നിലയിലും ദ്രോഹിക്കപ്പെട്ടു. വഖാതലൂ, നിർബന്ധിത സാഹചര്യത്തിൽ അവർക്ക് പോരാടേണ്ടി വന്നു, അതിലും അവർ പങ്കെടുത്തു. വഖുതിലൂ, പലപ്പോഴും അവർ പടച്ചവന്റെ മാർഗത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. മഹാന്മാരായ സഹാബത്തിന്റെ മഹനീയ ഗുണങ്ങളാണ്. ഇതിനെന്ത് അവർക്ക് കിട്ടി, ഇങ്ങനെ ചെയ്താൽ എന്ത് കിട്ടും? ലൗകഫിറന്ന അൻഹും സയ്യിആതിഹിം വലഉദ്ഖിലന്നഹും ജന്നാത്ത്. മേൽ പറയപ്പെട്ട പ്രാർത്ഥനകളുടെ സാരാംശമായ രണ്ട് കാര്യങ്ങൾ നാം അവർക്ക് നൽകുന്നതാണ്. ഒന്ന്, അവരുടെ പാപങ്ങളെല്ലാം നാം പുറത്തു കൊടുക്കുന്നതാണ്. രണ്ട്, അവരെ സമുന്നതമായ സ്വർഗത്തിൽ നാം പ്രവേശിപ്പിക്കുന്നതാണ്. ഇതാണ് നേരത്തെ ദുആയുടെ ആകെ ചുരുക്കം. ലൗകഫിറന്ന അൻഹും സയ്യിആതിഹിം വലഉദ്ഖിലന്നഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. അടിവാരങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന ആരാമങ്ങളിൽ നാം അവരെ പ്രവേശിപ്പിക്കുന്നതാണ്. ഖാലിദീന ഫീഹാ, അതിലവർ ശാശ്വതമായി വസിക്കുന്നതാണ്, എന്നുമെന്നും കഴിയുന്നതാണ്. സവാബം മിൻ ഇൻദില്ലാഹ്, ഇത് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുമുള്ള പ്രതിഫലമാണ്.
വല്ലാഹു ഇൻദഹു ഹുസ്നുസ് സവാബ്. അല്ലാഹുവിന്റെ അരികിൽ സുന്ദരമായ പ്രതിഫലമുണ്ട്. ആകയാൽ അല്ലാഹു പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ഈ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നതിന് പരിശ്രമിക്കണം. ആ പരിശ്രമിക്കാനുള്ള പാത ഇതാ മുമ്പിൽ ചില മഹത്തുക്കൾ പരിശ്രമിച്ച് കാണിച്ചു തന്നിരിക്കുന്നു. ആ പാതയിൽ പരിശ്രമിക്കാൻ സഹാബ മഹത്തുക്കൾ. ഫല്ലദീന ഹാജറു, അവർ പലായനം ചെയ്തു. വഉഖ്രിജൂ മിൻ ദിയാരിഹിം, അവരുടെ നാടുകളിൽ നിന്നും അവർ പുറത്താക്കപ്പെട്ടു. നിങ്ങളും അതുപോലെ പരിശ്രമിക്കും. അതിനുള്ള വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും പുറപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷേ 2 ഹിജ്റ നമ്മൾ ചെയ്യണം. ഒന്ന്, ദീൻ പഠിക്കുന്നതിന് വീടുകളിൽ നിന്നും മസ്ജിദുകളിലേക്ക് പോകിൻ, വീടുകളിൽ നിന്നും മദ്രസകളിലേക്ക് പോകിൻ. 2, പാപങ്ങൾ വർജിക്കും. വൽമുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻ, പടച്ചവൻ നിരോധിച്ച കാര്യങ്ങൾ ഉപേക്ഷിക്കും. വഊദൂ ഫീ സബീലി, പടച്ചവന്റെ മാർഗത്തിൽ അവർ ദ്രോഹിക്കപ്പെട്ടു. നിങ്ങൾക്കും എന്തെങ്കിലും പ്രയാസങ്ങൾ വരും. ആ മഹാന്മാർക്ക് വലിയ പ്രയാസങ്ങളുണ്ടായി. നിങ്ങൾക്ക് വാട്സപ്പിലൂടെ കുറച്ച് ആക്ഷേപങ്ങൾ, പത്രങ്ങളിലൂടെ കുറച്ച് അസഭ്യങ്ങൾ, നിയമനിർമ്മാണ സഭകളിൽ വേണ്ടാത്ത കാര്യങ്ങൾ വിളിച്ചു പറയാൻ രാഷ്ട്രീയ നേതാക്കന്മാർ, അല്ലെങ്കിൽ ചെരുപ്പിനൊത്ത് കാലുമുറിക്കാൻ ആഗ്രഹിക്കുന്നവർ പർദയെ പരിഹസിക്കും, താടിയെ പരിഹസിക്കും, ഇസ്ലാമിലെ വിവാഹത്തെയും വിവാഹമോചനത്തെയും പരിഹസിക്കും. അതിലെല്ലാം കുറച്ച് സഹിച്ച് ക്ഷമിച്ചു കഴിയും. വഖാതലൂ വഖുതിലൂ, നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നന്മകളുടെ സംസ്ഥാപനത്തിനും തിന്മകളുടെ ദൂരീകരണത്തിനും ശത്രുക്കളുടെ ശത്രുത മാറുന്നതിന് നിങ്ങൾ ത്യാഗം ചെയ്യും. ഇന്നത്തെ കാലഘട്ടത്തിലെ ത്യാഗങ്ങൾ ഇതെല്ലാമാണ്. ലൗകഫിറന്ന അൻഹും സയ്യിആതിഹിം വലഉദ്ഖിലന്നഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ثوابا من عند الله والله عنده حسن الثواب. മഹാന്മാരായ സഹാബികളെ പിൻപറ്റിൻ. പുരുഷന്മാർ അവരുടെ രീതിയിൽ, സ്ത്രീകൾ അവരുടെ രീതിയിൽ. فاستجاب لهم ربهم أني لا أضيع عمل عامل منكم من ذكر أو أنثى. നാം ആരുടെയും കർമ്മങ്ങൾ പാഴാക്കുന്നതല്ല. കഴിവിന്റെ പരമാവധി പരിശ്രമിക്കൻ, അധ്വാനിക്കൻ. അല്ലാഹു തആല നിങ്ങൾക്ക് ഈ ലോകത്തും അതിന്റെ ഉന്നത ഫലങ്ങൾ നൽകും, നാളെ പരലോകത്തും നൽകും. നിങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കും, ആഗ്രഹങ്ങൾ സഫലമാക്കും, പാപങ്ങൾ പുറത്തുതരും, സമുന്നത സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അതിന്റെ അനുരണം എന്ന നിലയിൽ ഈ ലോകത്തും ശാന്തിയും സമാധാനവും നൽകും. അല്ലാഹു നമുക്ക് ഈ മഹാത്മാക്കളെ പിൻപറ്റി ജീവിക്കാൻ ഭാഗ്യം നൽകട്ടെ.